എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ 2025 ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ 2 ഘട്ട പരീക്ഷകളും അവസാനിച്ചുകൊണ്ട് നമ്മൾ മെയിൻസ് പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കിലാണ്. അപ്പോൾ ഈ എഴുതി മാറിയ പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്ന ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നതും ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എഴുതുന്ന പരീക്ഷയും കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ. അങ്ങനെ 2025 പ്രിലിംസിന്റെ പരീക്ഷ അവസാനിക്കുമ്പോൾ 2 ഘട്ടങ്ങളിലായിട്ട് നടന്നു മാറിയ പരീക്ഷയ്ക്ക് 2 നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് PSC ഉൾപ്പെടുത്തിയെന്നുള്ള വസ്തുത നമ്മളെല്ലാവരും കണ്ടതാണ്. ആദ്യഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യപേപ്പറും, 2ാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അത്രത്തോളം നിലവാരം ഉണ്ട് എന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കത്തില്ല. ഇതായിരുന്നു നമ്മുടെ ഇത്തവണത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒരു അവലോകനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി PSC ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 ഘട്ടങ്ങളിലും നടന്ന പരീക്ഷ നോർമലൈസ് ചെയ്തുകൊണ്ട് ഒരു മാർക്ക് പറയും. ആ മാർക്കിന് മേലെ വന്ന ഉദ്യോഗാർത്ഥികളെ മെയിൻസ് പരീക്ഷയ്ക്ക് വിളിക്കും. ഇതാണ് വസ്തുത. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും 2ാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും തമ്മിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ്. 2ാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായുള്ളതായതുകൊണ്ട്, അതായത് കമ്പയർ ചെയ്യുമ്പോൾ, ആദ്യഘട്ടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ നോർമലൈസേഷൻ, നമ്മൾ ഉൾപ്പെടുമോ എന്നുള്ളതാണ് അവരുടെ സംശയം. ആദ്യഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കും ഇതേ ആശങ്ക തന്നെയാണ്. അപ്പോൾ ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു അശാസ്ത്രീയമായ മെത്തേഡ് ആയതുകൊണ്ട് PSC ഒരു വലിയ കട്ട് ഓഫിലേക്കൊന്നും പോകാതെ ഉദ്യോഗാർത്ഥികളെ പരമാവധി ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വലിയൊരു കട്ട് ഓഫിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത മാർക്ക്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നിശ്ചിത മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികളെ സ്വാഭാവികമായിട്ടും മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എത്ര എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിലിംസ് പരീക്ഷ എഴുതി മാറിയ ഉദ്യോഗാർത്ഥികളും മെയിൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയൊരു മണ്ടത്തരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സമയം പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. പരീക്ഷ എത്രയും പെട്ടെന്ന് അടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രിലിംസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കാം എന്ന് വിചാരിച്ചാൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മെയിൻസ് പരീക്ഷയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വളരെ ചെറിയ ഗ്യാപ്പാണ്. അപ്പം നിങ്ങൾ ആ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ വലിയൊരു കുറ്റബോധം നിങ്ങളിൽ ഉണ്ടാവും. അയ്യോ, നേരത്തെ പഠിച്ചു തുടങ്ങിയായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിക്കാമായിരുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും. പക്ഷേ സമയം അതിക്രമിച്ചു എന്നുള്ള തോന്നലിൽ നമ്മളുടെ ആ ഒരു വലിയൊരു ദൗത്യം നമുക്കവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. സോ മെയിൻസ് പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നത്? രാവിലെ പേപ്പർ 1ന്റെ പരീക്ഷ 100 മാർക്കിൻ്റെ ഒരു OMR പരീക്ഷയും, ഉച്ചതിരിഞ്ഞ് പേപ്പർ 2 ഒരു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പോലെ ഇത്തവണ ഉൾപ്പെടുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്, ഡിസ്ക്രിപ്റ്റീവാണ്. സോ നന്നായിട്ട് ആഴത്തിൽ പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. ഇങ്ങനെ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഈ 2 പേപ്പറിനും 100 മാർക്ക് വെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷയാണ്. രാവിലെ OMR പരീക്ഷയും ഉച്ചതിരിഞ്ഞ് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഒരു എക്സാമുമാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ 2 പരീക്ഷകൾ ആദ്യമായിട്ട് നടത്തുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഒരേ ആശങ്ക തന്നെയാണ്. എങ്ങനെ പഠിക്കേണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും ഒരേ ആശങ്ക തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ഒക്കെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഒരൊറ്റ പേപ്പർ മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞ നമ്മുടെ സെക്രട്ടറിൻ്റെ പരീക്ഷയ്ക്ക്. തവണയാണ്
പേപ്പർ 2 കൂടി വന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേപ്പർ 2 വലിയൊരു കടമ്പയാണ് എന്നുള്ള ധാരണയിൽ നിങ്ങൾ പഠനത്തിലെ തീവ്രത കുറയ്ക്കാൻ പാടില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പേപ്പർ 1 ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇൻഫർമേഷൻ ക്ലാസ് കൂടിയാണ്, മാത്സിന്റെ ക്ലാസ് ആണ്. അതിനു മുമ്പേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇവിടെ കുഞ്ഞുങ്ങളെ നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, 2 പേപ്പറാണ് പരീക്ഷയ്ക്ക്. പേപ്പർ 1 പരീക്ഷ എന്ന് പറഞ്ഞ ഒരു OMR പരീക്ഷയാണ്, 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷയാണ്. അവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 12 ടോപ്പിക്കുകൾ, അതിനകത്തു നിന്നുള്ള 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. OMR പരീക്ഷയാണ്. അവിടെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതു ഭാഗത്താണെന്ന് ചോദിച്ചാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. കാരണം മാത്സിന്റെ ചോദ്യങ്ങൾ 15, കണ്ടോ, അതേപോലെ ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ 13, അതേപോലെ മലയാളത്തിനും 13. ചുരുക്കി പറഞ്ഞാൽ 13 26, 26 15 41 മാർക്ക് എന്തായിട്ട് നിൽക്കുന്നു? മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് മാത്രമായിട്ട് നിങ്ങൾക്ക് പേപ്പർ 1 41 മാർക്ക് അവിടെ നിങ്ങൾക്ക് നിൽക്കുവാണ്. അവിടുന്ന് എങ്ങനെ പോയാലും ഒരു 36 37 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ബാക്കിയുള്ള മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിപ്പോവും. കാരണം പേപ്പർ 2 കൂടി ഉള്ളത് കൊണ്ട് ഒരുപാട് വലിയൊരു കട്ട് ഓഫിലേക്ക് PSC പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നോക്കിയേ, കമ്പ്യൂട്ടറിന് 6 മാർക്കുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നോക്ക്. കമ്പ്യൂട്ടറിന് 6 മാർക്കുണ്ട്. കലാ, കായികം, സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് 8 മാർക്കിന്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അതേപോലെ നമ്മുടെ സയൻസ് വിഷയങ്ങൾ മൊത്തത്തിൽ, അതിപ്പോൾ കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, നമ്മുടെ ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് ആയിക്കോട്ടെ, അവിടുന്ന് മാത്രം നിങ്ങൾക്ക് 21 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സയൻസിന് വലിയ പ്രാധാന്യം കൊടുത്തു വേണം പഠിക്കുവാൻ. സോ ഈ ഒരു പ്രാധാന്യം നമുക്ക് പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഇല്ലായിരുന്നു. പക്ഷെ മെയിൻസിന്റെ പരീക്ഷയിലേക്ക് വരുമ്പോൾ 21 ചോദ്യങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കി ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും 7 ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും. ഇങ്ങനെ ഒരു 100 മാർക്കിന്റെ പരീക്ഷയാണ് നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്ന നിങ്ങളുടെ പേപ്പർ 1 വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ മക്കളെ, നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓൾറെഡി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ പഠിച്ചതാണല്ലോ. നേരത്തെ നമ്മുടെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഓരോ ടോപ്പിക് എടുത്തു വെച്ച് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു പോയ ഉദ്യോഗാർത്ഥികളാണ്. ഇത് നിങ്ങൾ 2021 മുതൽ 2025 വരെയുള്ള ചോദ്യപേപ്പർ പരിശോധിക്കുമ്പോൾ പല ചോദ്യങ്ങളും പല ഭാഗങ്ങളും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള വസ്തുത മറന്നു പോകാൻ പാടില്ല. അത്തരത്തിലെ നമ്മൾ ഏറ്റവും അവസാനം എഴുതിയ വളരെ 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 പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ KSന്റെ പരീക്ഷയാണ് അല്ലേ. KSന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ കേരള PSCയുടെ നമ്മൾ കേരള PS നടത്തുന്ന മത്സര പരീക്ഷകളിലെ ഉദ്യോഗാർത്ഥികൾ, അതായത് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഏറ്റവും മാസീവായിട്ടുള്ള പരീക്ഷ. അതായത് KS എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് അവിടുന്ന് നമുക്ക് KS എഴുതി മാറുന്ന ഉദ്യോഗാർത്ഥികൾ കൺഫേർഡ് IAS ആവാറുണ്ട്. അത്തരത്തിൽ വലിയൊരു കരിയർ ഗ്രോത്ത് കിട്ടുന്ന വലിയൊരു പരീക്ഷ ആയതുകൊണ്ട് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പോലും KSന്റെ പരീക്ഷ എഴുതാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ നടക്കുന്ന ഒരു വലിയൊരു മത്സര പരീക്ഷയായിരുന്നു നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞു പോയ KSന്റെ പരീക്ഷ. സോ അവിടുത്തെ ചോദ്യങ്ങൾ ഞാനൊന്ന് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുമ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏത് നിലവാരത്തിൽ മാത്സിന്റെ ചോദ്യങ്ങൾ വരും എന്നുള്ള വസ്തുത നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്സിന് മൊത്തം 15 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉള്ളത് എന്നുള്ള കാര്യം മറന്നു പോരുത്. ആ 15 ചോദ്യങ്ങൾ സിലബസിൽ മാറ്റമില്ല. നമ്മുടെ പ്രിലിംസിന്റെ അതേ സിലബസ് നോക്ക്. മാത്സിനകത്ത് 12 ടോപ്പിക്കും മെന്റൽ അബിലിറ്റി പോർഷനകത്ത് 13 ചാപ്റ്ററും ഉൾപ്പെടെ 25 ചാപ്റ്റർ അതുപോലെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ 25 ടോപ്പിക്കിൽ നിന്നുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആ പ്രിലിംസിന്റെ പരീക്ഷ എഴുതിയപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. മെയിൻസിന്റെ പരീക്ഷയിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങളെ അവിടെ നിങ്ങൾക്ക് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 41 ചോദ്യങ്ങളും 100% ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. അത് വസ്തുതയാണ്, അങ്ങനെ സംഭവിക്കത്തുള്ളൂ.
ബാക്കിയുള്ള GK വിഷയങ്ങളിലെ ചെറിയ ഏറ്റക്കുറവ് വരാൻ സാധ്യതയുണ്ടെങ്കിലും മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിനകത്ത് ഉറപ്പിക്കാം 41 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ആ ഒരു ഭാഗങ്ങൾക്കായിട്ട് 100% കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. ഇനി സിലബസിനകത്തേക്ക് ആധികാരികമായിട്ട് പോകേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സിലബസ് തന്നെയാണ്. മാത്സ് ആണെങ്കിലും എല്ലാ ടോപ്പിക്കുകളും അതുപോലെ തന്നെ കിടപ്പുണ്ട്. ജോമെട്രി ഉണ്ട്, പ്രോഗ്രഷൻ ഉണ്ട്, എക്സ്പോണൻസ് ഉണ്ട്, ആവറേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ക്ലോക്ക് ഉണ്ട്, കലണ്ടർ ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞുപോയ KS പരീക്ഷയ്ക്ക് ചോദിച്ചു പോയ ചില ചോദ്യങ്ങൾ ക്ലാസ്സിലെ ആധികാരികമായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ വരാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പേപ്പർ 1 ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്സിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പം നമുക്ക് നേരെ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ചോദിച്ചത്. അപ്പോൾ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ KSന്റെ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടുപോയത്. ആ ചോദ്യം ഞാനൊന്ന് ക്ലാസ്സിലെ പരിചയപ്പെടുത്താൻ പോവാണ്, ശ്രദ്ധിക്കുക. 15 വർഷം മുമ്പ് അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ ഇരട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ്, അതായത് ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് എന്ന് പറയുന്നതിന് പകരം 3 വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. 3 വർഷം കഴിഞ്ഞ് അവരുടെ പ്രായങ്ങളുടെ തുക 99 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എത്രയുടെ പിള്ളേരെ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ആരൊക്കെയാ ഉള്ളത്? അമ്മയുണ്ട്, അതേപോലെ മകളും ഉണ്ട്. അപ്പൊ നമ്മൾ അമ്മയെ തണ്ടുപോട്ടം എഴുതിയേ, അമ്മ, മകൾ. ഇനി കാലഘട്ടങ്ങളൊന്ന് നോക്കിയേ. ഒരെണ്ണം 15 വർഷം മുമ്പാണ്, മറ്റൊരെണ്ണം 3 വർഷത്തിന് ശേഷമാണ്. അതായത് പാസ്റ്റ് തന്നിട്ടുണ്ട്, ഫ്യൂച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. അതായത് ആദ്യം തന്നിരിക്കുന്നത് 15 വർഷം മുമ്പെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടോട്ട് നമുക്ക് 15 വർഷം മുമ്പ് എന്നങ്ങോട്ട് എഴുതാമടാ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാലഘട്ടം, 15 വർഷം മുമ്പ്. പാസ്റ്റ് കഴിഞ്ഞാൽ എപ്പോഴും പ്രസന്റ് എഴുതണം. അപ്പോൾ പാസ്റ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ. 15 വർഷം മുമ്പാണ് ആദ്യം എഴുതി വെച്ചത്, ഇപ്പോൾ. രണ്ടാമത്തത് ഇപ്പോൾ. അടുത്തത് 3 വർഷത്തിന് ശേഷം. ഇതാണ് കാലഘട്ടങ്ങൾ. എപ്പോഴും പാസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രസന്റ് എഴുതണം കേട്ടോ. വയസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോഴങ്ങ് എഴുതിയേക്കണം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് അവിടെ വരത്തില്ല. ഇനി അവിടെ ചോദ്യം നമ്മൾ കാലഘട്ടങ്ങൾ വൃത്തിയായിട്ട് എഴുതി വെച്ചു. 15 വർഷം മുമ്പ് അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ ഇരട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇരട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 മടങ്ങായിരുന്നു എന്നല്ലേ? അപ്പോൾ ഇരട്ടിയായിരുന്നു അല്ലെങ്കിൽ 2 മടങ്ങായിരുന്നു എന്ന് പറയുമ്പോൾ 15 വർഷം മുമ്പ് മകളുടെ വയസ്സ് X ആണെങ്കിൽ, മകളുടെ വയസ്സ് X ആണെങ്കിൽ അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഇരട്ടിയായിരുന്നു എന്നല്ലേ പറയുന്നത്? എടാ, ഇരട്ടി എന്ന് പറഞ്ഞ അർത്ഥം 2 മടങ്ങ് അല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിക്കുക എന്നല്ലേ? അപ്പൊ ഇരട്ടി 2x. 15 വർഷം മുമ്പ് 2x ആണെങ്കിൽ ഇപ്പോഴെത്ര ആയിരിക്കും? ഒരു വ്യക്തിക്ക് 15 വർഷം മുമ്പുള്ള അദ്ദേഹത്തിന്റെ വയസ്സിൽ നിന്നും ഇപ്പോഴത്തെ വയസ്സിലേക്ക് എത്താൻ 15 കൂട്ടിയാൽ പോരെ? അപ്പോൾ 15 വർഷം മുമ്പ് 2x ആണെങ്കിൽ ഇപ്പോൾ 2xന്റെ കൂടെ 15 കൂട്ടിയാൽ മതി. ഇപ്പോൾ 2x + 15 ആണെങ്കിൽ 3 വർഷത്തിന് ശേഷം 3 കൂട്ടുക, 2x + 15ന്റെ കൂടെ 3 കൂട്ടിയാൽ 2x + 18 എന്ന് വരും. കഴിഞ്ഞു. ഇനി 15 വർഷം മുമ്പ് മകളുടെ വയസ്സ് X ആണെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ X + 15 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? 15 വർഷം മുമ്പ് എത്ര ഉണ്ടോ അതിൻ്റെ കൂടെ 15 കൂട്ടിയാൽ ഇപ്പോഴത്തെ വയസ്സ് കിട്ടും. അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ 3 വർഷത്തിന് ശേഷമുള്ള വയസ്സ് കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് X + 15 ആണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ 3 കൂട്ടുക, X + 15ന്റെ കൂടെ 3 കൂട്ടിയാൽ X + 18 എന്ന് കിട്ടും. കഴിഞ്ഞു. ഇനി ചോദ്യകർത്താവ് പറയുന്ന രണ്ടാമത്തെ സെന്റൻസ് പിടിക്കുക. അതായത് 3 വർഷത്തിന് ശേഷം അവരുടെ
വയസ്സുകളുടെ തുക 99 എന്നാണ് പറയുന്നത്. 3 വർഷത്തിന് ശേഷം അവരുടെ വയസ്സുകളുടെ തുക 99. 3 വർഷത്തിന് ശേഷമുള്ള അവരുടെ വയസ്സുകൾ ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? കൂട്ടുമ്പോൾ നമുക്ക് 99 കിട്ടും എന്നാണ് ചോദ്യകർത്താവ് പറയുന്നതെങ്കിൽ നമുക്കതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അതായത് 2x-ഉം x-ഉം കൂടെ കൂട്ടിയാൽ 3x എന്ന് വരും. പ്ലസ് 18-ഉം 18-ഉം കൂടെ കൂട്ടിയാൽ 36 വരും. വലതുവശത്ത് 99 തന്നിട്ടുണ്ടായിരുന്നു, വൃത്തിയായിട്ട് എഴുതി വെച്ചു. 3x പ്ലസ് 36 എന്ന് പറഞ്ഞാൽ 99 ആണെങ്കിൽ അവിടുന്ന് 3x = 99 മൈനസ് 36 എന്ന് വരും. 99 നിന്ന് 36 കുറച്ചാലേ 9 നിന്ന് 6 കുറച്ചാൽ 3 ആണ്. അതേപോലെ 9 നിന്ന് 3 കുറച്ചാലേ 6 വരും, 63 എന്ന് വരും. 3x-ന്റെ വില 63 ആണെങ്കിൽ x = 63-നെ നിങ്ങൾ 3 കൊണ്ട് ഹരിക്കുക. 63-നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 3 6 1 3 3 21 എന്ന് വരും. അതായത് x-ന്റെ വില 21 ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇതല്ല ചോദ്യം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് വേണ്ടത്. ഇപ്പോഴത്തെ വയസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങളല്ലേ ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് കുറച്ചാട്ടെ, കുറയ്ക്കേ. 2x-ന്ന് x കുറച്ചാൽ എത്ര? x. 15-ന്ന് 15 കുറച്ചാൽ എത്ര? 0. അതായത് അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് x തന്നെയാണ്. x-ന്റെ വില 21 ആണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഉത്തരം കിട്ടി. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതാണ് നമുക്ക് നമ്മുടെ കഴിഞ്ഞു പോയ KS-ന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു. അപ്പോൾ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം ചോദ്യങ്ങൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു പഠിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ഒരു ചോദ്യം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. കുറച്ച് വെറൈറ്റി ചോദ്യമാണ്. അതായത് കഴിഞ്ഞ ഒരു 2021 മുതൽ 2024 വരെയുള്ള ചോദ്യപേപ്പർ പരിശോധിച്ച സമയത്ത് വെൻ ഡയഗ്രത്തിന്റെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും 3 എണ്ണം വരുന്നത് ആദ്യമായിട്ടാണ് ചോദിച്ചത്. അപ്പൊ ആ ഒരു ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ 2021 ശേഷമുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ഈ ഒരു ചോദ്യം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ചെയ്തു പഠിക്കുക. 3 വെൻ ഡയഗ്രം വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു പോയി. അതുകൊണ്ട് നിങ്ങളും ചെയ്തു പഠിക്കണം. അവിടെ മൊത്തം 100 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റിയിൽ ഓരോ അംഗവും ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്നിവയിൽ കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും കളിക്കുന്നുണ്ട്. 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു, 30 പേര് ഹോക്കി മാത്രം കളിക്കുന്നു, 25 പേര് വോളിബോൾ മാത്രം കളിക്കുന്നു, 12 പേര് ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു, 7 പേര് ഹോക്കിയും വോളിബോളും കളിക്കുന്നു, 3 അംഗങ്ങൾ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നവരാണെങ്കിൽ എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മൾ വെൻ ഡയഗ്രത്തിന്റെ ചോദ്യങ്ങൾ ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, കാർ ഉപയോഗിക്കുന്നവർ, ബൈക്ക് ഉപയോഗിക്കുന്നവർ, അത്തരത്തിലെ 2 എണ്ണം വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു പഠിച്ച ഉദ്യോഗാർത്ഥി ആയതുകൊണ്ട് ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു വെൻ ഡയഗ്രത്തിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വെൻ ഡയഗ്രത്തിന്റെ ചോദ്യമാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് 3 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. 1 ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ, 3 3 3 3. അപ്പൊ താണ്ടേ ഇത് ക്രിക്കറ്റ് ആണെന്ന് മനസ്സിലായി. ഒന്നാമത്തത് ക്രിക്കറ്റ് ആണ് കേട്ടോ. 2 അടുത്തത് ഹോക്കിയാണ്. പിന്നീടാണ് നമ്മൾ വോളിബോളിനെ സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ. അപ്പൊ പതുക്കെ എന്താണ്ടേ ഇത് ക്രിക്കറ്റ് ആണ്, ഇത് ഹോക്കിയാണ്, അതേപോലെ ഇത് വോളിബോൾ ആണ്. സോ അതിന് പേരും കൂടെ കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇത് ക്രിക്കറ്റ്, ഇത് അടുത്ത സാധനം എന്താണ്? ഹോക്കി, അടുത്തത് വോളിബോൾ, വോളിബോൾ, വോളിബോൾ. ഇനി എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ആ സെൻറ്റർ ഭാഗം അങ്ങ് ഫില്ല് ചെയ്യണം. സെൻറ്റർ പോർഷൻ നിങ്ങൾ അങ്ങ് ഫില്ല് ചെയ്യുക. മക്കളെ സെൻറ്റർ അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതാണ്ടേ 3 അംഗങ്ങൾ
എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 3 പേര് എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നവരാ. അപ്പോൾ നമ്മൾ ആ 3 പേരാണല്ലോ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നത്. അപ്പോൾ 3നെ സെൻട്രൽ വെക്കുക. കഴിഞ്ഞേ. ഇനി ആദ്യം പറഞ്ഞ സെന്റൻസുകൾ വായിക്കുക. 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു എന്നാണ് പറയുന്നത്. ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരും 20 അംഗങ്ങൾ. അതായത് ഹോക്കിയും വോളിബോളും ടച്ച് ചെയ്യാത്ത ഭാഗം, ഒള്ളി ക്രിക്കറ്റ് മാത്രം എന്ന് പറയുമ്പോൾ ഈ ഒരു 2 ഭാഗങ്ങൾ, ഈ 2 വട്ടങ്ങൾ ടച്ച് ചെയ്യാത്ത പോർഷൻ സെലക്ട് ചെയ്യണം. അത് 20 ആണ്. 20 അംഗങ്ങളാണ് ക്രിക്കറ്റ് മാത്രം കളിക്കുന്നവർ. അതേപോലെ തന്നെ അടുത്തതിലേക്ക് നമുക്ക് പോകാം. 30 പേര് ഹോക്കി മാത്രം കളിക്കുന്നു. ഹോക്കി കളിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഹോക്കി മാത്രം കളിക്കുന്നു എന്നാണ് പറയുന്നത്. അതാരാണ്? 30 പേരാണ് കേട്ടോ. 30 പേര് ഹോക്കി മാത്രം കളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ദാണ്ടെ സ്വാഭാവികമായിട്ടും ദാണ്ട് ഇവിടെ വരും 30. കഴിഞ്ഞു. അടുത്തത് 25 പേര് വോളിബോൾ മാത്രം കളിക്കുന്നു എന്നാണ് പറയുന്നത്. 25 പേര് വോളിബോൾ മാത്രം. അപ്പോ വോളിബോൾ മാത്രം 25. കണ്ടോ? 25. കഴിഞ്ഞു. ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ കേട്ടോ. അതായത് എടാ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നാണ്ടേ ഞാൻ പറഞ്ഞുതരാം. നാണ്ടേ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നാണ്ടേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതെന്തോന്നറിയോ? അത് ക്രിക്കറ്റും വോളിബോളും മാത്രം കളിക്കുന്നവരാണത് കേട്ടോ. ശ്രദ്ധിച്ചോണം. എന്താണ് ആ ഒരു കുത്തു? കണ്ട് ഇത് കണ്ടോ? ഈ ഒരു സാധനം എന്ന് പറഞ്ഞാല് ക്രിക്കറ്റും വോളിബോളും മാത്രം കളിക്കുന്നവരാ. ഈ ഒരു കുത്തുണ്ടല്ലോ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോക്കിയും വോളിബോളും മാത്രം കളിക്കുന്നവരാ. ഇതൊന്നും തന്നിട്ടില്ല. ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് ക്രിക്കറ്റും ഹോക്കിയും മാത്രം കളിക്കുന്നവരാ. ക്രിക്കറ്റ് ഹോക്കിയും കളിക്കുന്നവരല്ല, ക്രിക്കറ്റും ഹോക്കിയും മാത്രം കളിക്കുന്നവരാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇതാണ്ടേ അടുത്തത് പറയുന്നത്, ശ്രദ്ധിച്ചോണേ, 12 പേര്, ഇതാണ്ടേ 12 പേര് ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു എന്നാണ് പറയുന്നത്. ക്രിക്കറ്റും ഹോക്കിയും മാത്രമായിരുന്നെങ്കിൽ ക്രിക്കറ്റും ഹോക്കിയും മാത്രമായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. 12 പേര് ക്രിക്കറ്റും ഹോക്കിയും മാത്രം കളിക്കുന്നു എന്നല്ല പറഞ്ഞത്, ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നവർ 12 എന്നാ പറഞ്ഞത്. അപ്പോ എടാ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നവർ 12 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ 3 പേരെ കൂടെ അതിനകത്തേക്ക് ഉൾപ്പെടുത്താം. കാരണം അവരിൽ ആ 3 പേരിൽ പോലും ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നവരില്ലേ? അല്ലെങ്കിൽ ചോദ്യകർത്താവ് കൃത്യമായിട്ട് പറയണം, ക്രിക്കറ്റും ഹോക്കിയും മാത്രം കളിക്കുന്നവർ ആയിരുന്നു 12 തീർത്തും 12 ഇവിടെ കൊണ്ടുവെക്കാമായിരുന്നു. അപ്പൊ ഈ 3 പേരുടെ പ്രത്യേകത, അവർ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാല് മൊത്തം 12, ആ 12-ലെ 3 പോയാല് ബാക്കി ഇവിടെ 9 ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണടാ കുഞ്ഞുങ്ങളെ, അവിടെ 9 ആണ് വരുന്നത്. അല്ലെങ്കിൽ 12 പേര് ക്രിക്കറ്റും ഹോക്കിയും മാത്രം കളിക്കുന്നവരായിരുന്നു എങ്കിൽ ആ 12 ധൈര്യപൂർവ്വം നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് എഴുതാമായിരുന്നു. ഓക്കെ, അടുത്ത വായിക്കേ. 7 പേര് ഹോക്കിയും വോളിബോളും കളിക്കുന്നു. മാത്രമല്ല 7 പേര് ഹോക്കിയും വോളിബോളും മാത്രം കളിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഹോക്കി വോളിബോൾ ഇവിടെ കൊണ്ടുവന്ന് 7 എഴുതാമായിരുന്നു. ഹോക്കിയും വോളിബോളും കളിക്കുന്നു എന്ന് പറയുമ്പോൾ ആ 3 പേരെ കൂടെ നിങ്ങൾ പരിഗണിക്കണം. ആ 7-ലെ 3 പോയി കഴിഞ്ഞാൽ ബാക്കി 4 ഇവിടെ വരുത്തുള്ളെന്നുള്ള കാര്യം മറന്നു പോകാൻ പാടില്ല. പിന്നെന്താണ് പറയുന്നത്? പിന്നൊന്നും പറഞ്ഞില്ല. 25 പേര് വോളിബോൾ മാത്രം കളിക്കുന്നു, 12 പേര് ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു, 7 പേര് ഹോക്കിയും വോളിബോളും കളിക്കുന്നു, 3 പേര് എല്ലാം കളിക്കുന്നു ആണ് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ 3 വട്ടവും കൂടെ മൊത്തത്തിൽ കൂട്ടിയാൽ എത്ര വരണം? 100 വരണം അല്ലേ? കാരണം മൊത്തം ആളുകളുടെ എണ്ണം എത്രടാ? മൊത്തം ആളുകളുടെ എണ്ണം 100 ആയതുകൊണ്ട് ആ 3 വട്ടവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 100 കിട്ടണം. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ഈ 1ാമത്തെ വട്ടം മൊത്തത്തിൽ ഒന്ന് കൂട്ടാം. ഒരു വട്ടം എടുത്തു കഴിഞ്ഞാൽ, നാണ്ടേ 1ാമത്തെ വട്ടം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന സംഖ്യകളെ പിന്നെ നിങ്ങൾ കൂട്ടരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പൊ അതാണ് നോക്കിക്കോണേ. ഈ വട്ടം മാത്രം പരിഗണിക്കണം. 30 9 കൂടെ കൂട്ടി എത്ര? 39. ആ 39ന്റെ കൂടെ 3 കൂട്ടിയാൽ 42, 42 4 കൂടെ കൂട്ടിയാൽ 46. കണ്ടോ? അത്രയും നമുക്ക് 46 കിട്ടി. അതായത് ആ വട്ടം മൊത്തം കൂടെ നമുക്ക് 46 കിട്ടി. ഇനി താണ്ടേ
ഈ വട്ടം മൊത്തവും കൂടെ നമുക്ക് പരിഗണിക്കാം. എന്നാൽ ഈ താഴെ കിടക്കുന്ന വട്ടത്തിനകത്ത് 4 3 നമുക്ക് ഓൾറെഡി പോയതാ അല്ലേടാ. 4 3 ഓൾറെഡി അതിനകത്ത് പോയതാ, മറ്റതിനകത്ത് പോയതാ. അതിനെ ഇവിടെ കൂട്ടരുത്. അപ്പൊ ഇവിടെ നമുക്കൊരു എക്സ് എന്ന് കൊടുക്കുക. ഇവിടുത്തെ സംഖ്യ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ ഇവിടെ 25 കിടപ്പുണ്ട്. ആ 25 എക്സ് മാത്രമല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് 25 പ്ലസ് എക്സ് എന്നായി. അതാണ് രണ്ടാമത്തെ വട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കാരണം ആ 3 ഈ 4 ഓൾറെഡി നമ്മൾ കൂട്ടി അവസാനിപ്പിച്ച സാധനമാണ്. ഇനി ഈ വട്ടത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഈ 9 3 ഓൾറെഡി നമ്മൾ കൂട്ടി വിട്ട സാധനമാണ്. ഈ സാധനവും ഇവിടെ നമ്മൾ കൂട്ടിയതാണ്. 20 മാത്രമേ ഉള്ളൂ. സോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറയേണ്ടത്? 100 കിട്ടും. കാരണം ഈ 3 വട്ടങ്ങൾ കൂട്ടുമ്പോൾ 100 കിട്ടും. ഒരു തവണ കൂട്ടിയ സംഖ്യകളെ പിന്നെ കൂട്ടാൻ പാടില്ല. അത് ശ്രദ്ധിച്ചോണം. അങ്ങനാണെങ്കിൽ എടാ 46ഉം 25ഉം കൂടെ കൂട്ടിയാൽ 6 5 11, 4 2 6 1 7, 71 എന്ന് വരും. 6 5 11 ശിഷ്ട 1, 4 2 6 1 7, 71 വരും. 71ന്റെ കൂടെ 20ഉം കൂടെ കൂട്ടിയാൽ 71ന്റെ കൂടെ 20ഉം കൂടെ കൂട്ടിയാൽ 91 വരും. ആ 91നെ പറഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് വിട്ടാൽ 100 മൈനസ് 91, 100യും 91 കുറച്ചാലേ 9 വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ 9 ആണ് വരുന്നത്. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുവാണ്, അതായത് ക്രിക്കറ്റും വോളിബോളും മാത്രം കളിക്കുന്നവർ എത്ര പേരെന്ന് ചോദിച്ചാൽ 9, ക്രിക്കറ്റും ഹോക്കിയും മാത്രം കളിക്കുന്നവർ 9, ഹോക്കിയും വോളിബോളും മാത്രം കളിക്കുന്നവർ 4. ഇനി നിങ്ങൾ എന്ത് ചോദിച്ചാലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ 3 എണ്ണം വരുന്ന വെൻ ഡയഗ്രാം വൃത്തിയായിട്ട് ചെയ്തു പഠിക്കണം എന്നുകൂടി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. ചോദിച്ചത്, നമ്മുടെ ചോദ്യം ഇതാണ്: എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്ര ആടാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കിക്കേ, ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ 9 ഉണ്ടല്ലോ, ഈ 9ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് 2 കായിക ഇനങ്ങൾ കളിക്കുന്നവരാണല്ലോ. അപ്പൊ 9 അവര് 2 കായിക ഇനങ്ങൾ കളിക്കുന്നവരാണ്. ഈ 9 പേരുടെ പ്രത്യേകത എന്താണ്? അവര് 2 കായിക ഇനങ്ങൾ കളിക്കുന്നവരാണ് ആണേ. ഈ 4 പേരുടെ പ്രത്യേകത എന്തുവാ? അവര് 2 കായിക ഇനങ്ങൾ കളിക്കുന്നവർ ആണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവര് 3 കായിക ഇനങ്ങൾ കളിക്കുന്നവരാണ്. 2 കായിക ഇനങ്ങളെങ്കിലും എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം 3 കായിക ഇനങ്ങളായാലും കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പൊ അവരെ കൂടെ നമുക്ക് ഇതിനകത്തേക്ക് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ 9 9ഉം കൂടെ കൂട്ടിയാൽ 18, 18 4 22, 22 3ഉം കൂടെ കൂട്ടിയാൽ 25. അപ്പൊ 25 പേരാണ് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടോ. സോ അത് നമ്മുടെ ചോദ്യം അതായിരുന്നു. ചോദ്യം ഇതായിരുന്നു: എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം 25. എത്ര അംഗങ്ങൾ 2 കായിക ഇനങ്ങൾ കളിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ 3നെ പരിഗണിക്കാൻ പറ്റത്തില്ല. കാരണം ആ 3 എന്ന് പറഞ്ഞാല് 3 കായിക ഇനങ്ങളും കളിക്കുന്നവരാണ്. 2 കായിക ഇനങ്ങളെങ്കിലും എന്ന് പറഞ്ഞാല് 3 കായിക ഇനങ്ങൾ കളിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് പോയി ആ ഒരു ചോദ്യം പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യവും അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രം, അതായത് സംഖ്യകളുടെ സ്ഥാനവിലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. ചോദ്യം ഇതായിരുന്നു. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാം കേട്ടോ. അതായത് എക്സ് എന്നത് 3 അക്കമുള്ള ഒരു സ്വാഭാവിക സംഖ്യയാണ്. അത് മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ പ്രശ്നമാണ്. അതായത് ഒരു 3 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ആണെന്നാണ് അതിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ. വേറെ അർത്ഥങ്ങളൊന്നും അതിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു നോക്കി പഠിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എടാ നമ്മുടെ അർത്ഥം ഇതാണ്: എക്സ് എന്ന് പറയുന്നവൻ ഒരു 3 അക്കമുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറയുന്നു. ഓക്കെ, സമ്മതിച്ചു. ഇനി അതിനാൽ ആ സംഖ്യയും അതിൻ്റെ വിപരീത സംഖ്യ എന്ന് പറഞ്ഞാല് നമ്മളൊരു 3 അക്ക സംഖ്യ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ അതിനെ തിരിച്ചെഴുതുന്ന പരിപാടിയാണ് എന്ത്? വിപരീത സംഖ്യ എന്ന് പറയും. അതിന് നമുക്ക് വേറെ മാത്സിന്റെ ഭാഷയിൽ വേണമെങ്കിൽ വേറെ പേരുകളൊക്കെ ഉണ്ട് അതിന്. അതായത് നമ്മൾ ഈ 5ാം ക്ലാസ്സിലെ നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കാറുണ്ട്, ഈ സമമിത സംഖ്യ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അതായത്
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഒരു സംഖ്യ അങ്ങോട്ട് എഴുതി വെച്ചു. അതായത് 121 എന്ന് പറയുന്ന ഒരു സംഖ്യ ഇങ്ങോട്ട് എഴുതി. ഇങ്ങോട്ട് നമ്മൾ വായിച്ചു 121 ആണ്. ഇങ്ങോട്ട് വായിക്കുമ്പോൾ അത് ഒരേപോലെയാണ് വായിക്കുന്നതെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് സമമിത സംഖ്യ എന്ന് പറയും. അങ്ങനെ ഒരു സംഖ്യ ഉണ്ട്, അതുപോലെയാണെന്ന് വിചാരിച്ചാലും മതി, കുഴപ്പമില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഒരു 3 അക്കമുള്ള ഒരു സ്വാഭാവിക സംഖ്യ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ 3 അക്കമുള്ള ഒരു സ്വാഭാവിക സംഖ്യ മനസ്സിൽ വിചാരിച്ചു. അപ്പോ നമുക്ക് വേണമെങ്കിൽ എന്താണ്ടേ ആ സംഖ്യ എക്സ് ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അക്കമുള്ള ഒരു സ്വാഭാവിക സംഖ്യയാണ്. ABC എന്നെടുക്കാം. ABC എന്നെടുത്തു. ഇത് 3 അക്കമുള്ള ഒരു സ്വാഭാവിക സംഖ്യയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ 895 അല്ലെങ്കിൽ 274, ഇതൊക്കെ 3 അക്കമുള്ള സ്വാഭാവിക സംഖ്യകൾക്ക് ഉദാഹരണമാണ്. അല്ലെങ്കിൽ 3 അക്കമുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോ നമുക്കറിയാം, ഒരു സംഖ്യ നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും അവസാനം കിടക്കുന്നത് എന്ന് പറഞ്ഞാല് എന്തുമായിരിക്കും? ഒറ്റയുടെ സ്ഥാനമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 10 മാറി 10 100, ഒറ്റ 10 100 ഇങ്ങനെയാണ് പോകുന്നത്. ഏറ്റവും വലത്ത് കിടക്കുന്നത് ഒറ്റ 10 100 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ ഇവിടെ ഈ സംഖ്യ ഉണ്ടല്ലോ, ഇത് നമ്മൾ എങ്ങനെയാണ് സ്ഥാനവില കൊടുത്ത് വൃത്തിയായിട്ട് വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒറ്റ 10 100, ഒറ്റ 10 100, 100 എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാല് അതായത് 752 എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം 7 100 5 10 2 1, അങ്ങനല്ലേ അർത്ഥം? അങ്ങനെ എഴുതാമല്ലോ. അതേപോലെ തന്നെ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചാൽ അതായത് 100 ഉണ്ട് പ്ലസ് എത്ര ബി ഉണ്ട്? 10 ബി ഉണ്ട്. 10 ബി ഉണ്ട് പ്ലസ് അതേപോലെ എത്ര സി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ സി മാത്രമേ ഉള്ളൂ, ഒരു സി. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 100 പ്ലസ് 5 10 പ്ലസ് 2 1 എന്ന് എഴുതാം. അതുപോലെ തന്നെ. സോ നമ്മൾ അങ്ങനെ എഴുതി വെച്ചു. ഇനി അത് പറയുന്നത്, അടുത്ത സെന്റൻസ് പറയുന്നത് ആ സംഖ്യയും അതിൻ്റെ വിപരീത സംഖ്യ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചെഴുതുന്നത്. വിപരീത സംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുമെന്ന് അറിയാമോ? അതായത് ഈ അക്കം തിരിഞ്ഞങ്ങ് വരും. ABC അല്ലേ, അപ്പൊ CBA എന്ന് വരും. CBA എന്ന് വരും. കണ്ടോ? ഇതാണ് അതിൻ്റെ വിപരീത സംഖ്യ എന്ന് പറഞ്ഞാൽ. അങ്ങോട്ട് എഴുതി വെച്ച സാധനം ഇങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിപരീത സംഖ്യയായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ വിപരീത സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? അതായത് 100C പ്ലസ് അതേപോലെ 10B എന്ന് വരും പ്ലസ് 1A എന്ന് വരും. ഇതാണ് അതിൻ്റെ വിപരീത സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യകർത്താവ് പറയുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം 99 ആണെന്ന് പറയുന്നു. അതായത് ഒരു 3 ഡിജിറ്റ് നമ്പറും അത് തിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 99 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 99 എന്ന് പറയുന്നത്. കുറച്ചാട്ടെ. അപ്പൊ ഇത് തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും 100A മൈനസ് 100C, 10B മൈനസ് 10B 0 വരും. 1C മൈനസ് 1A, അതായത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. 100A മൈനസ് 100C, 1C മൈനസ് 1A എന്ന് വരും. അവിടുന്ന് 100A 1A കുറച്ചാൽ 99A എന്ന് വരും. ആണോ? പിന്നെ 1C 99C കുറച്ച് 1C 100C കുറച്ച് കഴിഞ്ഞാൽ 99C എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? ചോദ്യകർത്താവ് തന്നിട്ടുണ്ട് 99 പറഞ്ഞു എഴുതി വെച്ചു. കണ്ടോ? നമ്മുടെ ചോദ്യം എന്തെന്നറിയോ? ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ 100ന്റെ സ്ഥാനത്തുള്ള അക്കം, 100ന്റെ സ്ഥാനത്തുള്ള അക്കം എന്ന് പറയുമ്പോൾ A ആ. 100ന്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റ്, അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കവും, അത് ഏതിന്റെ? എക്സിന്റെ. എക്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തേത്.
ആദ്യ സംഖ്യയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്, തിരിച്ചെഴുതുമ്പോൾ വേറൊരു സംഖ്യയായിട്ട് മാറും. അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, തിരിച്ചെഴുതിയപ്പം അത് വൈ ആയിട്ട് മാറി എന്ന് വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പോൾ എക്സ്, അതായത് ആദ്യം കിടക്കുന്നവന്റെ 100ന്റെ സ്ഥാനത്തെ അക്കം, 100ന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ എ അല്ലടാ, അതും ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും തമ്മിലുള്ള വ്യത്യാസം, അതായത് എ മൈനസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ കുഞ്ഞുങ്ങളെ, എ മൈനസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് 99 വെളിയെടുത്തു കഴിഞ്ഞാല് 99 വെളിയെടുത്താൽ എ മൈനസ് സി വരത്തില്ലേ? 99 വെളിയെടുത്താൽ എ മൈനസ് സി വരും, വലതുവശം 99 വരും. അവിടുന്ന് എ മൈനസ് സി ഈസ് ഈക്വൽ ടു, ഇവിടെ ഗുണിച്ചുകൊണ്ട് 99 അപ്പുറത്ത് പോയ ഹരണമായി 99/99 1 വരും, അതായത് ഉത്തരം 1 വരും. അതായത് ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒറ്റ 10 100, ഒരു 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒറ്റ 10 100 1000 എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് 99 എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ 100A മൈനസ് 100C 1C മൈനസ് 1A എന്ന് വരും. അവിടുന്ന് ഞാൻ 100Aന്ന് 1A കുറച്ചപ്പോൾ 99A ആയി, 1Cന്ന് 100C കുറച്ചപ്പോൾ 99C ആയി. അതിന്റെ ഉത്തരമാണ് ചോദ്യകർത്താവ് തന്നിരിക്കുന്നത് 99. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എ മൈനസ് സി കിട്ടി. എ മൈനസ് സി കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സോ അടുത്തത്, ഇത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അവിടെ സംഭവമൊന്നുമില്ല, ഒരു ട്രാക്കിലെ ഓടുന്ന 2 കായിക താരങ്ങൾ, ഒരു ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുക 2 കായിക താരങ്ങൾ. അപ്പൊ നമുക്ക് ആ ദൂരം ഇങ്ങനെ എടുക്കാം, നാടെ, അതായത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക. നമുക്ക് അങ്ങനെ ചിന്തിക്കാം, കാരണം ട്രാക്ക് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതാണ് നമ്മുടെ ട്രാക്ക് എ, ഇതാണ് നമ്മുടെ ട്രാക്കിന്റെ അവസാനത്തെ പോയിന്റ് ബി. എ മുതൽ ബി വരെ ഓടുക എന്നുള്ളതാണ് ദൗത്യം. എത്ര പേർ ഓടുന്നുണ്ട്? 2 കായിക താരങ്ങളാണ് ഓടുന്നത്. ഒരു ട്രാക്കിൽ ഓടുന്ന 2 കായിക താരങ്ങൾ ഒരു നിശ്ചിത സമയം സ്ഥിരമായ വേഗതയിൽ ഓടി, സ്ഥിരമായ വേഗതയിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈനില് 20 മീറ്ററിന്റെ കുറവ് വരുന്നു. അതായത് എടാ, അവർ പോകുന്ന സ്പീഡ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അവർ പോകുന്ന സ്പീഡ് എന്താണ്? എക്സ് എന്ന് കരുതാം. ആണോ? ആ. അപ്പോൾ എടുക്കുന്ന സമയം, സാധാരണ എടുക്കുന്ന സമയം ടി ആണെന്ന് കരുത്. സാധാരണ പോകുന്ന വേഗത എക്സ് ആണ്. സാധാരണ ആ വേഗതയിൽ പോകുമ്പോൾ എടുക്കുന്ന സമയം ടി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവര് ഫിനിഷിംഗ് ലൈനിൽ നിന്ന് ഇവിടം വരെ എത്തത്തുള്ളൂ. ഫിനിഷിംഗ് ലൈനിലെ 20 മീറ്ററിന്റെ കുറവിലെ അവര് എത്തത്തുള്ളൂ. അതായത് അവിടെ എത്തുമ്പോൾ അവര് യാത്ര അവസാനിപ്പിക്കും എന്നർത്ഥം. അങ്ങനെ എന്തിച്ചാൽ മതി. ഓക്കെ, അവര് ഫിനിഷിംഗ് പോയിന്റിൽ ഓടുന്ന ഒരു കായിക താരത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു കായിക താരത്തിന്റെ കാര്യമാണ് പറയുന്നത്, 2 പേരുടെ കാര്യമല്ല, ഒറ്റ കായിക താരത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഏതോ ഒരു വ്യക്തിയാണ്, എന്തായാലും ആട്ടെ. അപ്പോൾ സാധാരണ പോകുന്ന വേഗത എക്സ് ആണ്. അപ്പോൾ എടുക്കുന്ന സമയം ടി ആണെങ്കിൽ ഫിനിഷിംഗ് പോയിന്റിലെ 20 മിനിറ്റ് ബാക്കിലെ പരിപാടി അവസാനിക്കും. അതാണ് പറയുന്നത്. അതായത് 100 മീറ്റർ നീളം ഉണ്ടെങ്കിൽ 20 മീറ്റർ കുറച്ച് 80 മീറ്ററിലെ അവസ്ഥ അവസാനിക്കുമെന്നർത്ഥം. ഇനി പറയുന്നത് അടുത്ത ചോദ്യം നോക്കിയോ. അവള് തന്റെ വേഗത 40% വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. സാധാരണ പോകുന്ന വേഗതയുടെ 40% വർദ്ധിപ്പിച്ചു. അങ്ങനെ 40% വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതേ സമയം തന്നെ അവള് 10 മീറ്റർ ഓവർഷോട്ട് ചെയ്യും. ഓവർഷോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇവിടെ എത്തുമെന്ന് അർത്ഥം. അതായത് ഫിനിഷിംഗ് പോയിന്റും കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് അവൾ എത്തുന്നു. ഇതാണ് പറയുന്നത്. പക്ഷെ ഈ 2 സാഹചര്യത്തിലും സമയത്തിലെ മാറ്റം വരുന്നതായിട്ട് പറയുന്നില്ലല്ലോ, സമയം സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രാക്കിന്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാക്കിന്റെ നീളമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ മുതൽ ബി വരെയുള്ള ദൂരം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എ മുതൽ ബി വരെയുള്ള ദൂരം നമുക്ക് ഡി ആണെന്ന് കരുതാം. എ മുതൽ ബി വരെയുള്ള ദൂരം ഡി ആണെന്ന് കരുതുക. വെറുതെ കരുതുക, ഡിസ്റ്റൻസ് ഡി എന്നങ്ങ് എടുത്തു. സോ അങ്ങനെയാണെങ്കിൽ
സ്പീഡും ടൈമും കൂടെ ഗുണിക്കുവാണെങ്കിൽ അത്രയും വരെ പോകുമോ? ഇത്രയും വരെ പോവുമോ? ഇല്ലല്ലോ. 20 മീറ്റർ കുറച്ചല്ലേ പോകത്തുള്ളൂ. അങ്ങനല്ലേ പറയുന്നത്. 20 മീറ്റർ കുറവ് വരുന്നു എന്ന് പറഞ്ഞാൽ 20 മീറ്റർ കുറച്ച് ഓടത്തുള്ളതല്ലേ അർത്ഥം. എന്ന് പറഞ്ഞാൽ മൊത്തം ഓടുന്നില്ല, ഡി ഓടുന്നില്ല, 20 കുറയ്ക്കുക, അതായത് ഡിന്ന് 20 കുറയ്ക്കുക എന്നർത്ഥം. കഴിഞ്ഞു. ഇതാണ് പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി 40% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സ്പീഡ് കൂടി, അതായത് 140% മാറി. അപ്പോൾ 140% മാറി. 140% എന്ന് പറഞ്ഞാൽ 140/100 അല്ലേ? എടാ 40% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം 140% ആയി എന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ താഴെ കിടക്കുന്ന ഈ 0 വെട്ടിക്കളഞ്ഞു, 14 10 കൂടെ വെട്ടുവാണെങ്കിൽ 2 10 7 2 14 7/5 എന്ന് വരും. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാല് 7x/5 അല്ലെങ്കിൽ 7/5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 7x/5 എന്നർത്ഥം. ഓക്കെ. ടൈം കണ്ടോ, അവൾ തന്റെ വേഗത 40% വർദ്ധിപ്പിച്ചാല് അതേ സമയം തന്നെ സമയത്തിലെ മാറ്റം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 10 മീറ്റർ ഓവർഷോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓവർഷോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഡിസ്റ്റൻസിനേക്കാൾ 10 മീറ്റർ കൂടുതൽ സഞ്ചരിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ D+10 എന്ന് വരും. ഇത്രയും വരെയായി. നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമുക്കറിയാം, എടാ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x ഇൻറ്റു ടി ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 7/5 ഇൻറ്റു എക്സ് ഇൻറ്റു ടി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് XT ഒപ്പിച്ചൂടെ? ഈ ഇക്വേഷനകത്തും നമുക്ക് 7/5 അപ്പുറത്തേക്ക് കളയുവാണെങ്കിൽ x ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 7/5 അപ്പുറത്ത് പോയാല് 5/7 എന്ന് വരത്തില്ലേ? അല്ലേ? ഇവിടെ കിടന്ന 7/5 എടുത്ത് അപ്പുറത്തേക്ക് തട്ടിയാൽ 5/7 എന്ന് വരും. അവിടെ ഓൾറെഡി D+10 കിടപ്പുണ്ട്, അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് എഴുതുക. ഇവിടെ ഈ ഇക്വേഷനും ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് സെയിം അല്ലേ? XT സെയിം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും റൈറ്റ് സൈഡ് സെയിം ആയിരിക്കുമല്ലോ. രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് തുല്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് സൈഡ് തുല്യമായിരിക്കത്തില്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ സാധനം, അതായത് D-20 എന്ന് പറയുന്നതും ഇവിടെ കിടക്കുന്ന 5/7 ഇൻറ്റു D+10 സെയിം ആണെന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഒന്നുമില്ലടാ. അതായത് ഈ 7/5 അപ്പുറത്ത് പോയപ്പോൾ 5/7 ആയി. അങ്ങനെയാണ് ഈ സാധനം വന്നത്. അപ്പോഴാണ് ഒന്നാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് സൈഡ് സെയിം ആയിരിക്കും. അതായത് D-20 ഈസ് ഈക്വൽ ടു 5/7 ഇൻറ്റു D+10 വരും. ഇവിടുന്ന് ഈ കിടക്കുന്ന 7നെ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹരണം ഗുണനമായിട്ട് മാറും. അപ്പം ബ്രാക്കറ്റിന് പുറത്തേക്ക് 7 ഇൻറ്റു D-20 എന്ന് വരും. 5 അകത്തോട്ട് ഗുണിക്കുക, 7 ഇപ്പുറത്ത് വരട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 7 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ 7D മൈനസ് 7 ഇപ്പുറത്ത് വന്നാൽ 7 ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ ഗുണനമായിട്ട് മാറും. 7 ഇൻറ്റു D-20 ആയി. ആ 7 അകത്തോട്ട് ഗുണിച്ചാൽ 7 ഇൻറ്റു D 7D മൈനസ് 7 ഇൻറ്റു 20 140 വരും. വലതുവശത്ത് 5 അകത്തോട്ട് ഗുണിച്ചാൽ 5 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 5D ആണ്. പ്ലസ് 5 ഇൻറ്റു 10 50 എന്ന് വരും. 5 ഇൻറ്റു 10 50 എന്ന് വരും. ഇനി ഈ കിടക്കുന്ന 5D ഇപ്പുറത്ത് വന്നാൽ മൈനസ് 5D ആയി. 7D മൈനസ് 5D എന്ന് പറഞ്ഞാൽ 2D എന്ന് വരും. പകരം മൈനസ് 140 അപ്പുറത്ത് പോയാൽ 50 പ്ലസ് 140 എന്ന് പറയും. 50 പ്ലസ് 140 50ന്റെ കൂടെ 140 കൂട്ടിയാൽ 190 ആയി. 2Dയുടെ വില 190 ആണെങ്കിൽ D ഈസ് ഈക്വൽ ടു 190 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 190ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 95 ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ഉത്തരം ഓപ്ഷൻ സി എന്ന് വരും ആൻസർ. അപ്പൊ ഈ ഒരു ചോദ്യത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സമയം സെയിം ആണ്, പക്ഷേ സ്പീഡ് കൂടി എന്നുള്ളതാണ് യാഥാർത്ഥ്യത. അതാണ് അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. സാധാരണ പോകുന്ന വേഗത x എന്ന് എടുക്കുക.
അപ്പോൾ എടുക്കുന്ന സമയം ടി ആണെന്ന് കരുതുക. അപ്പോൾ എക്സ് ഇൻറ്റു ടി. 10 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോഴും 10 മിനിറ്റ് എന്ന് തന്നെ അർത്ഥം. അപ്പോൾ ദൂരം കൂടുതൽ സഞ്ചരിച്ചു എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. സാധാരണ സ്പീഡ് കൂടുമ്പോൾ സമയം കുറയണം. സമയം കുറയേണ്ടതിന് പകരം സമയം സെയിം ആകുമ്പോൾ ഡിസ്റ്റൻസ് കൂടുതൽ സഞ്ചരിക്കും. ആ ഒരു അർത്ഥമാണ് അവിടെ വരുന്നത് ആ ക്വസ്റ്റ്യനകത്ത്. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളതാണ് വസ്തുത. സോ ഇത്രയും ചോദ്യങ്ങളാവുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി എന്നുള്ള രീതിയിലായിട്ടുണ്ട്. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് എന്നുകൂടി നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകണം. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. പേപ്പർ 1-നകത്ത് മാത്സ് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ 2021 മുതൽ 2025 വരെ ചോദിച്ചു പോയ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ചോദ്യങ്ങൾ എടുത്തു വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ഒരു ക്ലാസ്. നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പുതുതായിട്ട് പേപ്പർ 1, പേപ്പർ 2 വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയ ലൈവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും ലൈവ് ക്ലാസ്സുകളൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേപ്പർ 2 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാവും. പേപ്പർ 1-നകത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 100 മാർക്കിൻ്റെ OMR പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് നമ്മൾ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതിയ ബാച്ചാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള മെയിൻസ് പരീക്ഷയുടെ ബാച്ച്. ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് തയ്യാറെടുക്കുന്ന രീതിയിൽ കൃത്യമായ ഒരു ഗൈഡൻസും മെന്റർഷിപ്പോടും കൂടിയ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെയുള്ള വലിയ പ്രാധാന്യം പേപ്പർ 2-ന് കൊടുത്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കും. സോ എല്ലാവർക്കും ജോയിൻ ചെയ്തുകൊണ്ട് 2025 എന്ന് പറയുന്ന വർഷത്തിലെ നിങ്ങളുടെ സ്വപ്ന ജോലി നേടിയെടുക്കുവാൻ സാധിക്കുവാൻ വേണ്ടി CC നിങ്ങളോട് ഉണ്ടാകും. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്തരം സീരിയസ് ആയിട്ടുള്ള, അതായത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഇത്തരം ബാച്ച് നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം.